എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ശുഭചിന്ത: പ്രതികാരത്തിന് ഒരിക്കലും ഒടുക്കമുണ്ടാകില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തുടർന്നു കൊണ്ടേയിരിക്കും. നിരുപാധികം ക്ഷമിക്കാൻ എത്ര പേർക്ക് കഴിയും? നിവൃത്തികേടുകൊണ്ടും നിർബന്ധം കൊണ്ടും ബലഹീനത കൊണ്ടും ക്ഷമിക്കുന്നവരാണ് ഭൂരിഭാഗവും. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ക്ഷമിച്ചു എന്ന് അവകാശപ്പെടുന്നവരും യഥാർത്ഥത്തിൽ ക്ഷമിക്കുന്നില്ല. താൽക്കാലികമായി പിൻവാങ്ങുന്നു എന്നേയുള്ളൂ. അവസരം ലഭിക്കുമ്പോൾ തലയുയർത്തും. തുടർ പ്രവൃത്തികളാണ് ക്ഷമയുടെ ആഴവും ഗുണനിലവാരവും തീരുമാനിക്കുന്നത്. ക്ഷമിക്കുന്നതിനൊപ്പം മധുരം പങ്കിടാൻ കഴിയണമെങ്കിൽ ആ ക്ഷമ എത്രത്തോളം ഹൃദയംഗമമായിരിക്കും? തുടർച്ചയായി കല്ലെറിയുന്നവന് തുടർച്ചയായി മധുരം നൽകുന്ന പ്രവൃത്തിയുടെ പേരാണ് ക്ഷമ. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.